മനസ്സുകളിൽ പതിയിരിക്കുന്ന അപകട മേഖലകൾ ചിത്രീകരിച്ചുകൊണ്ടും അതിന്റെ പരിണിത ഫലങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും തിന്മയുടെ നീരാളിപ്പിടുത്തമാർന്ന പാതകളിൽ നിന്ന് പിന്തിരിയാൻ ആഹ്വാനം ചെയ്തുകൊണ്ടും അവതരിപ്പിക്കുന്നു നാടകം വെളിപാട്. കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഉണ്ടാകുന്ന മൂല്യച്യുതിയുടെ നേർക്കാഴ്ച. മാനുഷിക ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നാം മയക്കുമരുന്നിനും മൊബൈലിനും അടിമയാകുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ ജീവിതമാണ് എന്ന സന്ദേശം പകർന്നുകൊണ്ടും മാതാപിതാക്കളെയും മുതിർന്നവരെയും അധ്യാപകരെയും യുവതലമുറ ബഹുമാനിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു നാടകം വെളിപാട്. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. കൗസല്യാ സുപ്രജാ രാമപൂർവ ശാലിനി, ശാലിനി, നാളെയല്ലേ രാഹുലിന്റെ പാരന്റീസർ മീറ്റിംഗ്? നീ സ്കൂളിൽ പോണം. എനിക്ക് തൃശ്ശൂരിൽ കോൺഫറൻസിന് പോകണം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്കാണെ നാളെ ഓഫീസിൽ 100 കൂട്ടം പണിയുള്ളതാ. ആ ഒന്നും പറയണ്ട, നീ തന്നെ പോണം. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമില്ലെങ്കിൽ ഞാൻ പോകാം അവന്റെ കൂടെ. അമ്മയ്ക്ക് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ല. അവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. എന്താന്ന് വെച്ചാൽ ചെയ്യേ. ആരെങ്കിലും പോണോന്ന് വെച്ച് പറഞ്ഞു. എന്തോ നാടായത്. ഹേ മോം, ഡാഡ്, നിങ്ങൾ വരണമെന്നില്ല. ഫ്രീ ആകുമ്പോൾ സാറിനോട് ഒരു വീഡിയോ ചാറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയച്ചാലും മതി. ബസ് വരാറായി, ഞാൻ പോവാ. ഞാനും വരുന്നു. എടാ, നീ എന്തേലും ഒന്ന് കഴിച്ചിട്ട് പോ. ആദ്യം അവൻ പല്ല് കഴിച്ചെന്ന് ചോദിക്കും. അതൊക്കെ അവനറിയാം. എടാ രാഹുൽ, ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടേ. നിങ്ങൾ എന്തോന്നാ രാവിലെ മൊബൈലിൽ കളിക്കുവാണോ? വല്ല ബ്ലൂവേലും ആണോ? അതൊക്കെ പണ്ടേ കളിച്ചു കഴിഞ്ഞത്. അതിന്റെ അവസാനമാണല്ലോ നിന്നെ കെട്ടിയത്. ഒരു തമാശ. അല്ലെങ്കിലും ഇപ്പൊ നമ്മളൊന്നും വേണ്ട. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഹലോ, രാഹുലിന്റെ അമ്മയല്ലേ? അതെ, ഞാൻ രാഹുലിന്റെ സാറാണ്. അവൻ ക്ലാസ്സിൽ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ? അല്ല, എന്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ചിലപ്പോ അറിയാതെ എങ്ങാനും ബാഗിൽ. അറിയാതെ ഒന്നും അല്ല, അവനെ ശ്രദ്ധിക്കണം. നല്ലോണം പഠിച്ചോണ്ടിരുന്ന കുട്ടിയാണ്. ഇപ്പൊ നല്ല ഉഴപ്പാണ്. അനാവശ്യ കൂട്ടുകളൊക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. ഞാൻ ശ്രദ്ധിച്ചോളാം സാർ. അമ്മ, ഞാൻ ഇപ്പൊ വരാം. ഫ്രണ്ടിയുടെ വീട്ടിൽ പോണം. നീ ഇപ്പൊ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അതിനെന്താ, ഞാൻ ഉടനെ വരാം. നീ ഇപ്പൊ പോകണ്ട. അതെന്താ ഞാൻ പോയാലോ? പോകണ്ടെന്ന് വെച്ചാ പോകണ്ട. അതെന്താ ഞാൻ പോയാലോ? പോകണ്ടെന്നല്ലേ പറഞ്ഞേ. അതെന്താ ഞാൻ പോയാലെന്ന്? എടാ ഫ്രണ്ടിന് കാര്യം പറയടാ. സാധനമൊക്കെ റെഡിയാണ്. കാശ് കൊടുക്കണം. കാശ് എപ്പോ തരാൻ സാധനം തരും. ബസ്സിന് കഴിഞ്ഞ കടമില്ല. കാശ് ഇപ്പൊ എന്റെ കയ്യിലില്ല. ഞാൻ കാശ് എങ്ങനെയും ഒപ്പിച്ച് തരാം. എനിക്ക് സാധനം കിട്ടിയേ പറ്റൂ. മുമ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാശ് ഉണ്ടെങ്കിലേ കാര്യം. അളിയ, നീ കാരണമാണ് ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ച് തുടങ്ങിയത്. എന്താണ് നീ ഇപ്പൊ ഇങ്ങനെ കിട്ടൂലെന്നൊക്കെ പറഞ്ഞാ? നീ എന്താണ് ഫോണിൽ പറഞ്ഞത്? ഒന്നുമില്ല. നിങ്ങൾ എന്താണ് എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? മക്കളെ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? നീ
നീ ആരോടാ സംസാരിച്ചത്? നാശം, വയസ്സായാലും മൂലയിലും പോയിരിക്കണം. അമ്മേ, അച്ഛാ. എന്താ എന്തു പറ്റി? ഒന്നുമില്ല, ഒന്ന് തല കറങ്ങിയതാ. അതൊന്നും അല്ല, ചേട്ടൻ അമ്മമ്മയെ പിടിച്ച് തള്ളിയതാ. രാഹുലേ, രാഹുലേ, എന്താണ് ഇത്? ഇങ്ങിതാ അളിയാ, ഫ്രണ്ടിയാടാ. ഇന്നത്തേക്ക് ഇവിടെ സാധനം ഒപ്പിച്ചു തരാം. കാശിനോ ഡ്രഗ്സിന്റെ വരവ് ഇനിവേ നടക്കൂല. എടാ നിന്നെ ഞാൻ അവനെ തല്ലാനും കൊല്ലാനും ഒന്നും പോണ്ട. എല്ലാവർക്കും തിരക്കോടെ തിരക്ക്. സ്നേഹം കൊടുക്കേണ്ടടുത്ത് നിങ്ങൾ അവനൊരു മൊബൈൽ ഫോണാണ് വാങ്ങിച്ചു കൊടുത്തത്. മക്കളെ ശ്രദ്ധിച്ച് വളർത്തണം. ഞാൻ മാത്രം ശ്രദ്ധിച്ചാ പോരല്ലോ. ഇനി എന്റെ കുറ്റം. ഹലോ, രാഹുലല്ലേ? അല്ല, അവന്റെ തന്ത. നിനക്ക് എന്തോ വേണോടാ? തന്നെ തന്നെയാ വേണ്ടത്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ആ. തന്റെ മോന്റെ കൂട്ടുകാരൻ ഫ്രണ്ട് എന്നിട്ട് ഞങ്ങളുടെ പിടിയിലായിട്ടുണ്ട്. ഡ്രഗ്സ് ആണ് കേസ്. തന്റെ മോനും കൂട്ടാളിയാണ്. ഞങ്ങൾ അങ്ങോട്ട് വരണോ അതോ താൻ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുമോ? ഞാനവനെ കൊണ്ടുവരാം സാർ. അയ്യോ, എന്റെ മോനെ കൊണ്ടുപോകല്ലേ. അയ്യോ അച്ഛ, വേണ്ട അച്ഛ. അവനെ പോലീസിന് കൊടുക്കല്ലേടാ. അച്ഛ, രക്ഷിക്കണം. അമ്മ, ഞാൻ ഒരിക്കലും കൈ കൊണ്ട് പോലും തൊടത്തില്ല. എന്നെ കൊണ്ട് പോവല്ലേ. അമ്മ അച്ഛനോട് പറയ്, ഞാൻ തെറ്റ് ചെയ്യൂല. അച്ഛ, എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം. മൊബൈലിനും മയക്കുമരുന്നിനും അടിയറ വെച്ച് നീർക്കുമിളകൾ പോലെ പൊട്ടിച്ചിതറുവാനുള്ളതല്ല ദൈവം തന്ന ഈ വിലയേറിയ ജീവിതം. ഈ ദുരന്തത്തിൽ നിന്നും ഫീനിക്സ് പക്ഷിയെ പോലെ നമുക്ക് പറന്നുയരാം.